ആഹാ, ഇനി നമുക്ക് കുറച്ച് ലോഡ് ഇറക്കാൻ കൊണ്ടാടാം. അപ്പൊ നമ്മള് വണ്ടി നമ്മുടെ അടുത്തോട്ടൊക്കെ ഓർന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ആണെങ്കിൽ ഒരു കുറെ ലോഡ് ഇങ്ങനെ കയറ്റിയുണ്ട്. കുറച്ചും കൂടി വേണം. ആ ലോഡ് എന്താണെന്നറിയോ? കുറച്ച് വൈക്കോല് പോലത്തെ ഒരു സംഭവമാണ്. വൈക്കോലല്ല, ശരിക്കും വൈക്കോലിന്റെ പോലത്തെ മറ്റേ സാധനല്ലേ, ഗ്രെയിന്, മറ്റേ മല്ലി പോലെ എന്താ സാധനം എനിക്കറിയില്ല. ഒരു ഗ്രെയിനില്ലേ, ഒരു മല്ലി എന്തോ സാധനം, ഗ്രെയിന്. അതാണ് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ നമ്മള് ഗ്രെയിന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മഞ്ഞ കളറ് പുല്ല് പോലെ സാധനമില്ല, അതാണ് ഗ്രെയിന്. അപ്പൊ അതെന്തേലും ആവട്ടെ. അപ്പൊ നമ്മള് ഗ്രെയിന് കളക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. അവിടെ ഗ്രെയിനുള്ളത്. ആദ്യം നമ്മൾ ഭയങ്കര പുല്ലുള്ള സ്ഥലത്ത് പോയാൽ അവിടുന്ന് നല്ല ഗ്രെയിന് കിട്ടും. നല്ല കിടുക്കാച്ചി ഗ്രെയിന് കിട്ടും. നമ്മൾ ചാടി പറന്നിട്ടൊക്കെയാണ് പോണത്. അങ്ങനെ ചാടി പറക്കണ്ട, ഇത് ട്രക്കാണ്, അല്ലാണ്ട് എയർപ്ലെയിൻ അല്ല. നമ്മൾ ഇവിടെ അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് മല്ലി എടുത്തിട്ട്, അല്ല ഗ്രെയിൻ എടുത്തിട്ട് നമ്മൾ ട്രക്കിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇതിൻ്റെ ട്രക്കിൽ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്. എൻ്റെ ബാക്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മുകളിലേക്ക് തന്നെ എത്തിക്കോളും. കണ്ടില്ലേ, കുറച്ചും കൂടി അവിടെ നിറഞ്ഞ്. ഇനി കുറച്ചും കൂടി, ഇത് ഏതാ നമ്പർ പ്ലേറ്റ്? യു പി ആണ്, ഉത്തർപ്രദേശിലെ വണ്ടിയാണെന്ന് തോന്നുന്നു. അതെങ്ങനെ ഇങ്ങോട്ട് എത്തിയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഗോഡൌണിലുള്ള വണ്ടിയാണ്. ഉത്തർപ്രദേശിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചതാണോ അറിയില്ല. നമ്മള് അടുത്ത പുല്ലുള്ള സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ഗ്രെയിന് കളക്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഗ്രെയിൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഗ്രെയിൻ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായ താഴെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബോർഡിലില്ലേ, ടൈപ്പിംഗ് ബോർഡിൽ നിങ്ങൾ ഒരു ലവ് ഷേപ്പ് വരയ്ക്കുക. ലവ് ഷേപ്പ് വരയ്ക്കണ ഒരു കീബോർഡിൽ നമ്മൾ കൈകൊണ്ട് എന്തെങ്കിലും വരച്ച് കഴിഞ്ഞാൽ വരില്ലേ? കമ്പ്യൂട്ടർ കീബോർഡല്ല, നമ്മുടെ ഫോണിൽ കീബോർഡൊക്കെ ഉണ്ടാവില്ലേ, അതിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു ലവ് ഒക്കെ വരയ്ക്കാൻ തരും. അപ്പോൾ ലവ് വരച്ചേക്കുക. ലവ് വരച്ചാൽ നിങ്ങൾക്ക് ഒരു വേർഡ് കിട്ടും. ആ വേർഡ് എന്താ കിട്ടിയെച്ചാൽ അതും കൂടെ അങ്ങ് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ മെസ്സി ഫാൻ ആണെങ്കിൽ മെസ്സിയുടെ വൈറ്റ് ലവ് കമൻറ്റ് ചെയ്യുക. ബ്രസീലാണെങ്കിൽ യെല്ലോ ലവ് കമൻറ്റ് ചെയ്യുക. പോർച്ചുഗലാണെങ്കിൽ യെല്ലോ ലവ് അല്ല റെഡ് ലവ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സ്പെയിനിൻ്റെ ടീമാണെങ്കിൽ നിങ്ങളൊരു പർപ്പിൾ ഹാർട്ടും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് പുല്ലൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഗ്രെയിൻ സെലക്ട് ചെയ്യാം. ഇവിടെയാണ് എന്തായാലും കുറച്ചൊക്കെ ഗ്രെയിന് വേണ്ടു. അപ്പൊ നമ്മൾ ഇവിടെയുള്ള ഗ്രെയിന് സെലക്ട് ഗ്രെയിൻ AFJI എല്ലാണ്. ഇതൊക്കെ കളക്ട് ചെയ്തു. ഇനി നമ്മുടെ ട്രക്കിലോട്ട് കയറാം. ഇത് ട്രക്കാണോ ടിപ്പറാണോ അറിയില്ല, ട്രക്കാണ് തോന്നുന്നു. നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണപ്പെടുന്നതാണ്. ഇതും കേരളയാണ്, ഈ സിറ്റി കേരളയാണ്. ഇതാണ് നമ്മുടെ ഇതാണ് ഇപ്പൊ നമ്മളെ പുതിയ വീട്. ഇത് നമ്മൾ ഗോഡൌണിന്റെ തൊട്ടടുത്ത വൈറ്റ് വീട്, മീഡിയം നടുക്കിലുള്ള വീട് ഇതാണ് ഏറ്റവും ഫസ്റ്റ്. സെക്കൻഡ് വീടാണ് വൈറ്റ് വീട്. തേർഡ് വീട്ടിലേക്ക് പോകണം. ഇതെന്താണത്, ബൈക്ക് റേസ് ആണോ? അങ്ങനെയൊക്കെ തിരിഞ്ഞു പോണം. നമ്മള് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം. അല്ല, എൻ്റെ തേർഡ് വീട് അതല്ല. അപ്പോഴേക്കും പരസ്യം. ഗൈസ്, ഇതാണ് എൻ്റെ തേർഡ് വീട്. ഇനി നമ്മുടെ ടിപ്പർ എടുക്കട്ടെ. ടിപ്പർ എടുക്കണം. അതിന് ടിപ്പർ എടുക്കാം. അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ അടുത്താണ് നമ്മുടെ ട്രക്കിന്റെ ഗോഡൌൺ ഉള്ളത്. അപ്പൊ നമ്മൾക്ക് അങ്ങോട്ട് എത്തിയാൽ മാത്രം മതി. അതിനായിട്ട് എനിക്ക് ഒരു ആളിനെ വിളിച്ചിട്ട് പറയട്ടെ, ഇനി എവിടെയാണ് ഇങ്ങനത്തെ ഗ്രെയിൻസ് ഒക്കെ ഉള്ളത് എന്ന് അവിടേക്കൊന്ന് ലൊക്കേഷൻ അയക്കാൻ പറയും. നമ്മൾ ഗ്രെയിൻ എവിടെയുള്ള സ്ഥലമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഗോഡൌണിലേക്ക് പോകണം. മതിലിയാടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മളൊന്ന് തലടിച്ച് വീഴതേ ഉള്ളൂ. നമ്മള് ഇതിന് മുകളിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്കൊന്ന് ചാടാം. ഇവിടെ മതിൽ ചാടിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് ഈ ഒരു ഭാഗത്ത് ട്രക്ക് ഉണ്ടാവും ഞാൻ വിചാരിക്കണം. ഇവിടെ തന്നെയാണ് ഞാൻ ട്രക്ക് എടുത്തോണ്ട് വന്നിരിക്കണേ. ഇവിടെ ഉണ്ട് ട്രക്ക്, ഇതാ കിടക്കണം. ഇവിടെ ട്രക്കും മേലൊക്കെ എടുക്കുക. ഏത് വഴി പോകണം? അവര് ലൊക്കേഷൻ അയച്ചു തന്നുണ്ട്.
ആ ലൊക്കേഷനിലേക്ക് മാത്രമേ പോവാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി, ഈ ഇറങ്ങിയ ഭാഗത്തു നിന്ന് നേരെ ഇങ്ങോട്ട്, അങ്ങോട്ടല്ല, അവിടെ നമുക്ക് അവിടെ കുറെ ഗ്രെയിൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും ഈ ഈ ട്രക്കിൽ കുറെ ഗ്രെയിൻ വരും. ഇവിടെ കുറച്ച് ഗ്രെയിൻ ഇരിക്കുന്നുണ്ട്, അത് കുറച്ച് ഗ്രെയിൻ പോരാ. നമുക്ക് കുറെ ഗ്രെയിൻസ് കണ്ടുപിടിച്ചിട്ട് പിന്നെയും ട്രക്കിലിടണം. കഴിഞ്ഞാൽ കുറച്ച് ഡെലിവറീസ് ഉണ്ട്, അതും ഡെലിവറി ചെയ്യണം. നമ്മളിങ്ങനെ ചാടി നല്ല പറന്നിട്ട് അടിച്ചിട്ടൊന്നും പോകാൻ പാടില്ല. ഇത് കേരളയാണ്, പോലീസ് ഉണ്ടാവും. പിന്നെ അത് ട്രക്കാണ്, എയറോപ്ലെയിൻ അല്ല. നമ്മൾ നേരത്തെയും പറഞ്ഞായിരുന്നു. കുറച്ച് ഇതാണ് നമ്മുടെ ട്രക്ക്, നല്ല കണ്ണു മൂക്കൊക്കെ ഉള്ള ട്രക്കാണ്. ഇനിയിപ്പത് നമ്മള് ഇവിടെ ഇതൊക്കെ പുല്ലാണ്, കണ്ടില്ലേ? ഗ്രെയിൻസ് ഈ യെല്ലോ കളറുള്ളിടത്താണ് ഗ്രെയിൻസ് ഉണ്ടാവാറ്. അപ്പൊ നമ്മള് ഈ ഗ്രെയിൻസ് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത് കൊടുക്കുക. യൂസ് ഡിപ്പർ ഡിപ്പർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ എന്തൊക്കെ അവിടെ എഴുതിയിരിക്കണം. ഡിപ്പറാണ് മറ്റേ ഡിപ്പർ മാറിയിട്ട് മറ്റേ കാര്യമുള്ളതുമാണോ എനിക്കറിയില്ല. ഒന്നുകൂടി വണ്ടി കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മറ്റേ ഡൈപ്പ അതാണെന്ന് തോന്നുന്നു. അതല്ല, അതൊന്നും ട്രക്കിലൊന്നും എഴുതാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മള് ഇമ്മേ ഇപ്പോ ഗ്രെയിൻസ് എവിടെ ഉള്ളത് നോക്കി പോവാണ്. അല്ല, എന്തപ്പനാണ് ഈ കാണുന്നേ? ഈ നില മൊത്തം ഗ്രെയിൻസ് ആണല്ലോ. ഗ്രെയിൻസ് കൊണ്ട് ഉണ്ടാക്കിയ നിലമാണ്. പതുക്കെ ലാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടയർത്തെ ചളിയൊക്കെ ഗ്രെയിനിലാവും. ഇവിടെ കുറച്ചൊക്കെ മണലുണ്ട്, മണലാണ്. മണല് മാറ്റിയിട്ട് ഗ്രെയിൻസ് മാത്രമേ പറിക്കാവൂ. ഇത്രയും ഗ്രെയിൻസ് ഒന്നും പറ്റില്ല. അപ്പൊ ഇതിന്റെ അടുത്തൊരു ഗണ്ണുണ്ട്, അത് എന്ത് ഷൂട്ട് ചെയ്യും തോറും ആ ഗണ്ണിന്റെ ഉള്ളിക്ക് മറ്റേ ഗ്രെയിൻസ് ഒക്കെ വലിച്ചു കയറിയുണ്ട്. അതൊക്കെ ഗ്രെയിൻസ് ഒക്കെ എടുക്കാം. ഗ്രെയിൻസ് എടുക്കാം. ഗ്രെയിൻസ് ഒക്കെ കളക്ട് ചെയ്തു. ഇനി നമ്മൾ ട്രക്കിന്റെ ഉള്ളിക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഫില്ലാവും. നമ്മള് ഫില്ലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫില്ലാക്കിയിട്ടുണ്ട്. നമ്മള് ഇങ്ങോട്ട് ഇവിടെ ഫോർച്യൂണർ കാറൊക്കെ ഉണ്ട് കേട്ടോ. അയ്യടാ, മിലിറ്ററി ടാങ്ക് ഒക്കെ പറന്നൊക്കെ അടിച്ചിട്ടാ പോണം. ഇവിടെ ആരുടെ ട്രക്കൊക്കെ കൊണ്ട് കത്തിച്ച് വെച്ചിരിക്കുന്നത്. അടിഞ്ഞ് എവിടെയാണോ അതുള്ളത്. അപ്പൊ നമുക്ക് വേഗം സ്ഥലത്തേക്ക് വിടാം. ഇവിടെയാണ് സ്ഥലം വരുന്നത്. ഇവിടെ പുല്ലൊക്കെ ഉള്ള കുറച്ച് ഗ്രെയിൻസ് ഇവിടെ കാണാൻ തന്നെ ഉള്ളൂ. ചോര പോയി. ഇത്ര കുറെ പാടികൾക്ക് വീഴും. നീ ഇവിടെ അങ്ങനെയൊക്കെ എടുക്കണം, പറിച്ചെടുക്കണം. അതിന്റെ റൂട്ടൊക്കെ വേറെയാണ്. അതുകൊണ്ട് റൂട്ടൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഗ്രെയിൻസ് അടുത്ത ഭാഗത്തേക്ക് വേണം. ഇനി കുറച്ച് ഇവിടെ കുറെ ഗ്രെയിൻസ് ഉണ്ടല്ലോ അല്ലേ. നമ്മുടെ ഗ്രെയിൻസ് ഫുള്ളായിരിക്കുകയാണ്. ഇനി നമ്മൾ ഗോഡൌണിൽ പോയിട്ട് വേറെ ട്രക്ക് എടുത്തിട്ട് ഡെലിവറി ചെയ്യണം. ഡെലിവറിക്ക് ട്രക്ക് വരുമ്പോഴത്തേനോ നമ്മുടെ ഗോഡൌണിൽ ഇടിച്ചു കെട്ടിയല്ലോ. നമ്മൾ അടുത്ത ട്രക്ക് നമുക്ക് എടുക്കാൻ വേണം. ആ ട്രക്കാണെങ്കിൽ വേറൊരു പൊസിഷനിലാണ് ഇരിക്കണത്. ഈ ഭാഗത്തൊന്നും അല്ല. നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ ട്രക്ക്. നമ്മൾ അടുത്ത ട്രക്ക് എടുത്തോണ്ട്. ഇനി ഇതാണ് നമ്മുടെ മറ്റേ ട്രക്കുകളെന്ന് വെച്ചിട്ടുണ്ട്. ഒരു ട്രക്കാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ട്രക്കല്ല നമുക്ക് വേണ്ടത്. ഇതിന് ഡെലിവറി എടുത്തോണ്ട് വേണം. ഡെലിവറി അവിടെ ഇങ്ങനെ ചാടിട്ടൊക്കെ പോകട്ടെ. അത് ട്രക്കാണ്. സ്റ്റെക്കായി തോന്നണേ. അയ്യോ, പൊട്ടി പണി. ഈശ്വരാനിപ്പോ ഞാൻ എങ്ങനെ ഇത് എടുക്കും? അയ്യോ, അടിച്ച് പൊട്ടിച്ച്. അയ്യോ, ഇതെന്താടാ? സൂപ്പർ. നമ്മളെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി എല്ലാവർക്കും ഗുഡ് ബൈ. പിന്നെ എനിക്ക് ഈ റേസിന്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക.
ഐ വാണ്ട് റേസിംഗ് വീഡിയോ, ഐ വാണ്ട് റേസിംഗ് വീഡിയോ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ റേസിംഗ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.